നിന്നോട് മുമ്പേ ഞാൻ പറഞ്ഞതാ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞാ പിടിച്ച് ഞാൻ അകത്തോട്ട്. സർ, ഞാൻ മനഃപൂർവ്വം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ല. ഫ്രണ്ട്സിനൊപ്പം ഞാൻ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ പുറത്ത് പ്രശ്നങ്ങൾ തുടങ്ങി. ആരൊക്കെയോ ചേർന്ന് അച്ഛനെ തല്ലുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല. സ്വന്തം അച്ഛനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാൽ ആർക്കെങ്കിലും സഹിക്കോ സാർ? എന്തോ എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിന് നിന്റെ അച്ഛൻ വലിയ സൽസ്വഭാവിയൊന്നുമല്ലല്ലോ ചെന്ന് രക്ഷിക്കാൻ. എന്തായാലും എൻ്റെ അച്ഛനല്ലേ സാർ? അതിലും എനിക്ക് ഡൗട്ടുണ്ട്. നീ ശരിക്കും ബാലുവിൻ്റെ മോനാണോ എന്ന്? അവനൊരു ഗുണ്ട, നീ ഒരു ഗോൾഡ് മെഡലിസ്റ്റ്. അയാൾക്ക് മലയാളം വായിക്കാൻ പോലും അറിയില്ല. ഈ നായിൻ്റെ മോന് നിന്നെപ്പോലൊരു മോനുണ്ടെന്നറിഞ്ഞ് ഷോക്കായാണ്. ഇനിയിപ്പോ നിന്റെ അച്ഛൻ റൗഡിയാണെന്നറിഞ്ഞ് നിന്റെ അമ്മ പിന്മാറി വേറെ ഏതെങ്കിലും ഒരുത്തനെ മോഹിച്ച്, അതായത് അതെ പഠിപ്പുള്ള ഏവന്റെ കൂടെ കൂടി സൗകര്യം പോലെ നിന്നെ പ്രസവിച്ച് കാണും. ഓർമ്മിച്ചോ, ആ രക്തത്തിന്റെ ഉഷിര് നിനക്ക് അറിയില്ലടാ. സമീ പോകാം. അജയ്, വീട്ടിലേക്കല്ലടാ. ഏത് വീട്? ആ മനുഷ്യന്റെയോ? അവിടേക്കില്ല ഞാൻ. അയാളുടെ നിഴൽ പോലും ഞാൻ കാണില്ല. അതിനൊക്കെ നല്ലത് മരിക്കുന്നതാ. എന്തോ സംഭവിച്ചു പോയി, മറന്നു കളയടാ. നടന്നതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഡൽഹിയിൽ സിവിൽ സർവീസിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്കോ? എടി, നിനക്കുള്ളതൊക്കെ എന്റേതൂടെ അല്ലേ? ആന്റിക്ക് അവിടെയും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് മോനെ. ആ വഴി ഉപയോഗിച്ച് നിനക്ക് വീണ്ടും ഫൈനൽ ലെറ്ററിനുള്ള ചാൻസ് ഒപ്പിക്കാം. ആ ജോലി നിന്നെ ഏൽപ്പിക്കുന്നു.